അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒരു 12ഓളം CCTV ക്യാമറകൾ നമ്മുടെ എറണാകുളത്ത് തന്നെ ഒരു വീട്ടിൽ ഇൻസ്റ്റലേഷൻ ചെയ്തു. അപ്പോൾ ആ വീട്ടിൽ ഇൻസ്റ്റലേഷൻ ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ആ വീടിൻ്റെ ഉള്ളിലായിട്ട് അവിടെ ആ വീട്ടിലൊരു പ്രായമായിട്ടുള്ളൊരു അമ്മൂമ്മയെ നോക്കാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ആ ഒരു ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്തത്. അപ്പോൾ ആ വീടിൻ്റെ ഉള്ളിൽ പോലും ഞങ്ങളൊരു 4 CCTV ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 4 5 ക്യാമറ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറത്തോടെ ഇൻസ്റ്റലേഷൻ ചെയ്യുന്നത് കൂടാതെ തന്നെ വീടിൻ്റെ ഉള്ളിലും നമ്മൾ CCTV ക്യാമറകൾ ഇൻസ്റ്റലേഷൻ ചെയ്യുമ്പോൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഏതെല്ലാം വിധത്തിൽ മറ്റൊരാൾ നമ്മുടെ CCTV ക്യാമറയുടെ ഫൂട്ടേജ് എടുക്കാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം രീതിയിൽ നമ്മുടെ വീഡിയോ ഫൂട്ടേജ് ഒരാൾ ഹാക്ക് ചെയ്യാം, അതുപോലുള്ള കാര്യങ്ങളെ പറ്റിയാണ്. അപ്പോൾ ആ ഒരു ഹാക്കിംഗ് നമുക്ക് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ. അപ്പോൾ എല്ലാവർക്കും നെക്സ സിസ്റ്റത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഞാൻ ഇനി പറഞ്ഞു തരാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇതിനകത്ത് ഈ ഒരു ഹാക്കിങ് ഇപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു മെത്തേഡ് നിങ്ങളെ പറഞ്ഞു തരുമ്പോഴാണ് ചില ആളുകൾ അങ്ങനെ ചെയ്യായിരുന്നല്ലേ എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ മറ്റൊരാളുടെ നെറ്റ്വർക്കിലോ അല്ലെങ്കിൽ CCTV ക്യാമറയുടെ സിസ്റ്റത്തിലോട്ടോ നുഴഞ്ഞു കയറി എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് യാതൊരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഞാൻ ഇതിനകത്തുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയുന്നുമില്ല. അത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവില്ലല്ലോ. അപ്പോൾ അത്രയും കുറച്ചും കൂടെ സേഫ് ആകണമല്ലോ. അതുകൊണ്ട് ഞാൻ മുഴുവൻ കാര്യങ്ങളും പറയുന്നില്ല. ഇപ്പോൾ നമുക്ക് ഒരാളുടെ വൈഫൈ പാസ്വേഡ് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് അയാളുടെ നെറ്റ്വർക്കിലോട്ട് വളരെ സിമ്പിളായിട്ട് ലോഗിൻ ചെയ്ത് അയാളുടെ ക്യാമറകൾ നമ്മുടെ ഫോണിലേക്ക് ആക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ വൈഫൈ പാസ്വേഡ് സുരക്ഷിതമായിട്ട് വെക്കണം എന്ന് പറയാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ ഒരു മെത്തേഡ് നിങ്ങളെ കാണിച്ചു തരുന്നത്. അല്ലാതെ ഇതൊരാളെ ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. ഇപ്പോൾ നമ്മുടെ വൈഫൈ പാസ്വേഡ് അറിയാവുന്ന ഒരാൾക്ക് ഇപ്പോൾ നമ്മുടെ വീട്ടിലിരുന്നിട്ടോ വീടിൻ്റെ വെളിയിലിരുന്നിട്ടോ, വൈഫൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ 4 ചുവരിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതല്ലെന്ന് നിങ്ങൾക്കറിയാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു കോമ്പൗണ്ടിൻ്റെ ഉള്ളിൽ ഒതുങ്ങുന്നതല്ല. അതിൻ്റെ സിഗ്നൽസ് എന്താണെങ്കിലും നമ്മുടെ വീട് വിട്ടിട്ട് പുറത്തേക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്കത് അറിയാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ പുറത്തുനിന്ന് വരുന്ന വൈഫൈ സിഗ്നൽസ് ഏതൊക്കെയാണ്, നിങ്ങളുടെ ആൾക്കാരുടെ വൈഫൈ സിഗ്നൽ വരെ നിങ്ങളുടെ ഫോണിൽ വരുന്നുണ്ടാവും. പിന്നെ മിക്കവാറും ഒക്കെ വൈഫൈയുടെ പാസ്വേഡൊക്കെ പലരും കൊണ്ടിട്ടേക്കണത് 1 മുതൽ 8 വരെയോ അല്ലെങ്കിൽ 0, 1, 2, 3, 4 അങ്ങനെ 10 വരെയോ, അല്ല 10 അല്ല 9 വരെയൊക്കെ ആയിരിക്കാം. അങ്ങനെ ഏതെങ്കിലും ഡീഫോൾട്ട് പാസ്വേഡുകളൊക്കെ ഇടുന്ന ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുക. അവരുടെയൊക്കെ പാസ്വേഡൊക്കെ എളുപ്പം തന്നെ വേറൊരാൾക്ക് ഹാക്ക് ചെയ്തിട്ട് അവരുടെ ഫോണിലേക്ക് നിങ്ങളുടെ വൈഫൈ ഹാക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ വൈഫൈ മറ്റൊരാൾക്ക് ഉപയോഗിക്കാൻ പറ്റിയേക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്ന മറ്റൊന്നാണ്, ഈ വൈഫൈ ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ തൊട്ടടുത്തിരിക്കുന്നത്, അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വൈഫൈ ആണ് ഈ നെക്സ എന്ന് പറയുന്ന വൈഫൈ എന്നുണ്ടെങ്കിൽ ഞാൻ ഒരു ഹാക്കറാണ്. ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന ക്യാമറകളൊക്കെ ഞാൻ എൻ്റെ ഫോണിലോട്ട് ആക്കുന്ന ഒരു മെത്തേഡ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ വൈഫൈ ഞാനിപ്പോൾ നിങ്ങളുടെ വീട്ടിലെ വൈഫൈ ഞാൻ ആക്സസ് ചെയ്തല്ലോ. ഇനി ആ വൈഫൈ ആക്സസ് ചെയ്ത ശേഷം ഞാൻ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ എനിക്ക് നിങ്ങളുടെ DVR അല്ലെങ്കിൽ NVRൻ്റെ പാസ്വേഡ് അറിയണം. പാസ്വേഡ് അറിയണമെന്ന് വെച്ചാൽ ആദ്യം എനിക്ക് എന്തറിയണം, നിങ്ങളുടെ NVR അല്ലെങ്കിൽ DVRൻ്റെ IP അഡ്രസ്സ് അറിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിക്കുന്ന ടൂളാണ് നമ്മുടെ നെറ്റ്വർക്ക് സ്കാനർ എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ. ഇതുണ്ടോ? അപ്പോൾ ഈ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് ഞാനിങ്ങനെ സ്കാൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു വൈഫൈ റൗട്ടറുമായിട്ട് കണക്ട് ചെയ്തേക്കണം എല്ലാ ഡിവൈസിൻ്റെയും IP അഡ്രസ്സുകൾ ഇവിടെ ഇങ്ങനെ ലിസ്റ്റിൽ വരും. ഇത് കണ്ടോ? ഇതിങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സ്കാൻ ചെയ്ത് ഫുൾ നെറ്റ്വർക്കിൽ ഇപ്പോൾ ഈ ഒരു വൈഫൈ നെക്സ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വൈഫൈ നെറ്റ്വർക്കിൽ നിങ്ങൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ ഡിവൈസിൻ്റെയും IP അഡ്രസ്സുകളാണ് ഈ കാണിക്കുന്നത്. IP മാത്രമല്ല, അതിൻ്റെ MAC അഡ്രസ്സ്, അതിന് റൗട്ടറാണോ കമ്പ്യൂട്ടറാണോ എന്ന് വേണ്ട എല്ലാ സാധനങ്ങളും ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഇതോടെ ഹാൻകോ ഹിക്യൂഷൻ ഡിജിറ്റൽ ടെക്നോളജി ലിമിറ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു പേര് കാണിക്കുന്നുണ്ടോ? അതാണ് നിങ്ങളെന്ന് വെച്ചാൽ ഞാൻ ഈ ഒരു നെറ്റ്വർക്കിൽ ഉപയോഗിക്കുന്ന DVRൻ്റെ IP അഡ്രസ്സ് 192.168.29.69. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ആ IP അഡ്രസ്സ് കിട്ടി. അപ്പോൾ ഞാനിനി എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ നിങ്ങളുടെ ഈ IP അഡ്രസ്സ് ഉപയോഗിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു, ലോഗിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ഗൂഗിൾ ക്രോം ഇവിടെ ഓപ്പൺ ചെയ്തു. അപ്പോൾ എൻ്റെ ഫോണിൽ ഗൂഗിൾ ക്രോം ഞാൻ ഓപ്പൺ ചെയ്ത ശേഷം 192.168.29.69 എന്ന് പറഞ്ഞ ഈ ഒരു IP അഡ്രസ്സ് കൊടുക്കുന്നു. ഈ ഒരു IP അഡ്രസ്സ് ഞാൻ കൊടുക്കുമ്പോഴത്തേക്കും ഇവിടെ ഹിക്യൂഷൻ്റെ ഇത് കണ്ടോ, നിങ്ങൾ കണ്ടോ, ഹിക്യൂഷൻ്റെ ലോഗിൻ പേജ്, അതായത് എൻ്റെ DVRലേക്ക് ലോഗിൻ ചെയ്യാനുള്ള DVRൻ്റെ ലോഗിൻ പേജാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ കുറച്ച് മുമ്പ് നിങ്ങളോട് ഞാൻ പറഞ്ഞത്, DVRൻ്റെ പാസ്വേഡ് അല്ലെങ്കിൽ യൂസർ ID ഒരിക്കലും യൂസർ ID എപ്പോഴും അഡ്മിൻ തന്നെയായിരിക്കും. ഞാൻ അഡ്മിൻ തന്നെ കൊടുക്കുകയാണ്.
പാസ്വേഡ് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്ത് ഡീഫോൾട്ട് പാസ്വേഡ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഡീഫോൾട്ട് പാസ്വേഡാണ് admin123. ഇത് നിങ്ങളുടെ വീട്ടിലുള്ള എന്തെങ്കിലും ആണെന്ന് വിചാരിച്ചു ലോഗിൻ ചെയ്യുവാണ്. ഇപ്പോൾ നമ്മൾ DVRൻ്റെ ഉള്ളിൽ ലോഗിനായി. ഈ ലോഗിൻ ചെയ്ത് ഞാനിപ്പോൾ ഒരു ലാപ്ടോപ്പിൽ നിന്നോ കമ്പ്യൂട്ടറിൽ നിന്നോ ആയിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇവിടെ തന്നെ ക്യാമറ കാണാൻ പറ്റിയേനെ. ഇപ്പോൾ ഇവിടെ കാണിക്കുന്നത് വെച്ചാൽ നോ പ്ലഗിൻ ഇൻസ്റ്റാൾഡ് എന്ന് കാണിക്കുന്നത്. അപ്പോൾ പ്ലഗിൻസ് വേണമെന്നാണ് പറയുന്നത്. അപ്പോൾ പക്ഷേ നമുക്കിപ്പോൾ പ്ലഗിൻ ഇപ്പോൾ ഈ മൊബൈൽ ഫോണിൻ്റെ ക്രോമിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എനിക്ക് എൻ്റെ ഫോണിലേക്ക് എൻ്റെ ഹൈലുക്ക് എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയറിലേക്ക് ഹിക്യൂഷൻ്റെ ക്യാമറേനെ ഞാനിപ്പോൾ ആക്കി കാണിച്ചു തരാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ ഇരുന്നിട്ട് ഉപയോഗിക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിക്ക് ഇതിൽ വേണമെങ്കിൽ പോയാലും ഈ ഒരു DVR എനിക്ക് ഉപയോഗിക്കാൻ പറ്റില്ലേ. അപ്പോൾ അതേ ഞാനിപ്പോൾ കോൺഫിഗറേഷനുള്ള ടാബിലേക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ DVRൻ്റെ ആ ഒരു സെറ്റിങ്സിലേക്ക് ഞാൻ പോയി. ഈ സെറ്റിങ്സിൽ ഞാൻ ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിവിടെ എനിക്ക് QR കോഡൊന്നും സ്കാൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. QR കോഡ് സ്കാൻ ചെയ്യുന്നതിന് പകരം ഞാൻ എന്ത് ചെയ്യുന്നു, ഇത് ഇവിടെ കിടക്കുന്ന സീരിയൽ നമ്പറിൽ നിന്ന് ഞാൻ അതിൻ്റെ സീരിയൽ നമ്പർ കണ്ടുപിടിക്കുകയാണ്. അപ്പോൾ ഇത്രയും നീളമുള്ളൊരു സീരിയൽ നമ്പറിൽ ഹിക്യൂഷൻ ഉപയോഗിക്കുന്നത് ഇതൊരു ഏതൊരു CCTV ടെക്നീഷ്യനും മനസ്സിലാവും ഇതിൽ നിന്ന് ആ സീരിയൽ നമ്പർ 9 ഡിജിറ്റ് സീരിയൽ നമ്പർ കണ്ടുപിടിക്കാൻ വേണ്ടി. അപ്പോൾ ഇതാണ് 9 ഡിജിറ്റ് സീരിയൽ നമ്പർ. D കഴിഞ്ഞിട്ട് വരുന്ന നമ്പറാണ് D23 20 15 23. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി ഞാൻ അടുത്ത ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ചാൽ നമ്മുടെ ഹൈലുക്ക് എന്ന് പറഞ്ഞ ആപ്പ് ഞാനിപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഹൈലുക്ക് എന്നുള്ള ഒരു ആപ്പിൽ ഒരു അക്കൗണ്ട് എടുക്കാൻ ഹിക്യൂഷൻ്റെ DVR വാങ്ങിക്കണം എന്നൊരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഹിക്യൂഷൻ്റെ DVR ഇല്ലെങ്കിലും ഹൈലുക്ക് എന്നുള്ളൊരു ആപ്പ് നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. അതിനകത്തൊരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഹൈലുക്ക് എന്നുള്ളൊരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നു. ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഞാൻ അതിലൊരു അക്കൗണ്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ എനിക്ക് DVRോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ഒരു പേജിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഫോണിലേക്ക് DVRനെ QR കോഡ് സ്കാൻ ചെയ്തിട്ടാണ് ആഡ് ചെയ്യാറുള്ളത്. അപ്പോൾ നമ്മളിവിടെ ആഡ് ഡിവൈസ് ഉള്ള ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് QR കോഡ് സ്കാൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമറ തെളിഞ്ഞു വരും. അതിലൂടെയാണ് നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ ആ QR കോഡ് സ്കാൻ ചെയ്യണതിന് പകരം ഞാനിവിടെ ഒരു പെന്നിൻ്റെ സിമ്പിൾ നിങ്ങൾക്ക് ടോപ്പിൽ കാണാൻ പറ്റും. അവിടെ ഞാൻ പ്രസ് ചെയ്യണു. എന്നിട്ട് എനിക്കിവിടെ സീരിയൽ നമ്പർ കൊടുത്താലും മതി. അപ്പോൾ ഇത്രയും നീളമുള്ളൊരു സീരിയൽ നമ്പറിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ള 9 ഡിജിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. അത് ഇതാണ് D23 20 15 23. ഞാൻ ഇവിടെ എഴുതി കൊടുക്കുന്നത് ഈ സീരിയൽ നമ്പർ എന്നുള്ള സ്ഥലത്ത് D23 20 15 23. എന്നിട്ട് ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്യുമ്പോൾ നമ്മുടെ DVR ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഇത് ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ആ QR കോഡ് സ്കാൻ ചെയ്യുമ്പോൾ തെളിഞ്ഞു വരുന്ന അതേ മെത്തേഡിലൂടെ തെളിഞ്ഞു വരും. ആഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇവിടെയാണ് നിങ്ങൾ നിങ്ങളുടെ വെരിഫിക്കേഷൻ കോഡ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വെരിഫിക്കേഷൻ കോഡ് DVRൻ്റെ ഉള്ളിൽ നമ്മൾ അവിടെ എഴുതിയിരിക്കുന്ന അനദർ പാസ്വേഡാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വെരിഫിക്കേഷൻ കോഡും നിങ്ങൾ എളുപ്പം മറ്റൊരാൾക്ക് ഊഹിക്കാവുന്ന ഒരു നമ്പറോ ഡിജിറ്റോ എന്തെങ്കിലുമാണ് കൊടുത്തതെങ്കിൽ വളരെ എളുപ്പം തന്നെ അയാൾക്ക് എന്ത് ചെയ്യാം, ആ വെരിഫിക്കേഷൻ കോഡ് കൂടെ അടിച്ചിട്ട് തന്നെ നമുക്കിവിടെ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ സാധാരണ എല്ലാവരും കൊടുക്കുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു കോഡാണ് എൻ്റെ ഈ ഒരു DVR. എൻ്റെന്ന് വെച്ചാൽ നിങ്ങളുടെ DVR ആണല്ലോ ഞാനിപ്പോൾ ആക്സസ് ചെയ്യുന്നതായിട്ട് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ആ DVR എങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാനത് ഊഹിച്ചിട്ട് ഞാനിവിടെ എൻ്റർ ചെയ്യും. അപ്പോൾ ആ ഒരു കോഡ് ഞാനിവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് ആ ഒരു DVRനെ ഇവിടെ വളരെ സിമ്പിളായിട്ട് തന്നെ ആഡ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ആ ക്യാമറ മൊത്തം ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് കേട്ടോ, പുറത്തുള്ള ഈ ഒരു ക്യാമറ ഞാനിപ്പോൾ ആക്സസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ആ DVR ഇനിയിപ്പോൾ എനിക്ക് നിങ്ങളുടെ നെറ്റ്വർക്കിൽ നിന്ന് പുറത്ത് പോയാലും നിങ്ങൾ നിങ്ങളുടെ വൈഫൈ പാസ്വേഡ് മാറ്റിയാലൊന്നും എനിക്കൊരു വിഷയമല്ല. കാരണം എന്ന് വെച്ചാൽ ഈ ഒരു DVRന് ഇപ്പോൾ എൻ്റെ ഫോണിലേക്കായി. അപ്പോൾ ചിലരെങ്കിലും ചോദിച്ചേക്കാം, ഇങ്ങനെ ഒരാളുടെ അക്കൗണ്ട് മറ്റൊരാൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ അയാൾക്ക് അറിയാൻ പറ്റില്ലെന്ന്. ഇപ്പോൾ എൻ്റെ ഈ അക്കൗണ്ട് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ അറിയാനാണ്? എനിക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് വളരെ എളുപ്പമെന്ന് മാറ്റാൻ പറ്റും. അങ്ങനെ വളരെ എളുപ്പമെന്ന് മാറ്റുമെന്ന് വെച്ചാൽ നിങ്ങളൊരു 1 മാസം 1.5 മാസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു ഫോണിലെ പാസ്വേഡ് ഈ DVRൻ്റെ അല്ലെങ്കിൽ NVRൻ്റെ പാസ്വേഡ് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു 2 പാസ്വേഡ് ഉണ്ട്. ഒന്ന് ലോക്കൽ പാസ്വേഡും 2 നമ്മുടെ ഓൺലൈൻ പാസ്വേഡും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഓൺലൈൻ പാസ്വേഡ് മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ഈ കഷ്ടപ്പെട്ട് കണക്ട് ചെയ്ത സംഗതി വളരെ എളുപ്പത്തിൽ എൻ്റെ ഫോണിൽ നിന്ന് ലോഗൗട്ടായി പോകും. ഇപ്പോൾ ഞാനിത് കാണിച്ചു കഴിയുമ്പോൾ എന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ട് പല ആളുകൾക്കും പല ഡൗട്ടുകളും കാണും. അതിലെ 1-2 ഡൗട്ടുകൾ ഞാൻ തന്നെ ഇപ്പോൾ തന്നെ അങ്ങോട്ട് ക്ലിയർ ചെയ്തേക്കാം. ഇപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ വൈഫൈയുടെ പാസ്വേഡ് നിങ്ങൾ ഹാക്ക് ചെയ്തു. ഓക്കെ, വൈഫൈ പാസ്വേഡ് ഹാക്ക് ചെയ്ത് നിങ്ങൾ അകത്ത് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് DVRൻ്റെ പാസ്വേഡ് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങളുടെ ഫോണിലോട്ട്. അത് അറിഞ്ഞാലല്ലേ നിങ്ങൾക്ക് ഈ സീരിയൽ നമ്പർ എടുക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ പലരും DVRൻ്റെ പാസ്വേഡ് മറന്നു പോയിട്ടും കോൺടാക്റ്റ് ചെയ്യുന്നത് ടെക്നീഷ്യൻസിനെയാണെന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ DVRൻ്റെ പാസ്വേഡ് മറന്നു പോയി കഴിഞ്ഞാൽ അതെങ്ങനെയാണ് നമുക്കത് റിട്രൈവ് ചെയ്തെടുക്കണം എന്നുള്ള കാര്യം ടെക്നീഷ്യൻസിന് എല്ലാവർക്കും അറിയാൻ പറ്റുന്നുണ്ട്. അത് പല ടൂൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിനകത്ത് ആ ഒരു പാസ്വേഡിനെ ഹാക്ക് ചെയ്തെടുക്കാൻ പറ്റും.
ഇനി രണ്ടാമതായിട്ട് ചിലപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിക്യൂഷൻ്റെ ഒക്കെ DVRൽ ഒരാളുടെ ഫോണിലോട്ട് ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റൊരാളുടെ ഫോണിലോട്ട് നമ്മൾ QR കോഡ് സ്കാൻ ചെയ്യലോ സീരിയൽ നമ്പർ അടിച്ചു കൊടുക്കലോ ഒക്കെ വരുന്ന സമയത്ത് ഓൾറെഡി ദിസ് അക്കൗണ്ട് എക്സിസ്റ്റിംഗ് വിത്ത് അനദർ അക്കൗണ്ട് എന്നൊക്കെ പറഞ്ഞ് എഴുതി കാണിക്കാം. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് മറ്റൊരാളുടെ പുറത്ത് നിൽക്കുന്ന ഒരു ഹാക്കർ എങ്ങനെയാണ് അയാളുടെ ഫോണിലോട്ട് ഇതിനെ ആക്കുന്നത്? ഇപ്പോൾ ഞാൻ എൻ്റെ ഈ DVRനെ ഞാൻ ആക്കിയ പോലെ എങ്ങനെ ആക്കാൻ പറ്റുമെന്ന്. അപ്പോൾ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. ഇങ്ങനെ ഒരു ഒരാളുടെ ഫോണിലോട്ട് ആക്കിയിട്ട് അയാൾ ആ ഒരു ഫോൺ അല്ലെങ്കിൽ ആ ഒരു ഫോൺ നമ്പർ മറന്നുപോയി, ആ ഒരു ഫോൺ നമ്പർ അയാൾക്ക് നഷ്ടപ്പെട്ടു, എന്നേക്കുമായി നഷ്ടപ്പെട്ട് കഴിഞ്ഞ DVRും നമ്മൾ ടെക്നീഷ്യൻസ് അത് റിട്രൈവ് ചെയ്തെടുത്ത് കൊടുക്കാറുണ്ട്. അതായത് ഒരു പ്രാവശ്യം ഒരാളുടെ ഫോണിൽ ബൈൻഡഡ് ആണെന്ന് വെച്ചുകൊണ്ട് ഒരു കുഴപ്പമില്ല, അത് നമുക്ക് എന്ത് ചെയ്യാം, അൺബൈൻഡ് ചെയ്തിട്ട് നമ്മുടെ ഫോണിലോട്ട് ആക്കാനുള്ള മെത്തേഡുകളും അവൈലബിൾ ആണ്. ഒരു CCTV ക്യാമറയ്ക്ക് 2 ടൈപ്പ് പാസ്വേഡുകളുണ്ട്. ഒന്ന് നമ്മൾ വിളിക്കുന്ന പേര് ലോക്കൽ പാസ്വേഡ് എന്നാണ്. ലോക്കൽ പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളൊന്നില്ലെങ്കിൽ പാറ്റേൺ ലോക്ക് അടിച്ച് കയറുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ഏതെങ്കിലും ഒരു പാസ്വേഡ് കൊടുക്കും. സാധാരണയായിട്ട് എല്ലാവരും കൊടുക്കാറുള്ളത് admin 123, admin at 123 അല്ലെങ്കിൽ admin ഇങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിരിക്കാം. അപ്പോൾ ഈ ഒരു പാസ്വേഡ് നമുക്ക് യൂസ് ചെയ്യുന്ന എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മളൊരു മോണിറ്റർ കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ലാപ്ടോപ്പ് കണക്ട് ചെയ്തിട്ട് നമ്മൾ നേരിട്ട് നമ്മൾ ആ ഒരു DVRൻ്റെ അടുത്തിരുന്നുകൊണ്ട് അല്ലെങ്കിൽ ആ ഒരു നെറ്റ്വർക്കിൽ ഇരുന്നുകൊണ്ട് നമ്മൾ ആ ഇൻഫർമേഷൻ അല്ലെങ്കിൽ ആ വീഡിയോ നമ്മൾ കാണാൻ വേണ്ടി മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു പാസ്വേഡ് ഉപയോഗിച്ചുകൊണ്ട് ആർക്കും വേറെ നമ്മുടെ പുറത്തെ ഒരു നെറ്റ്വർക്കിൽ നിന്ന് ഒരിക്കലും ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഇനി രണ്ടാമത്തെ പാസ്വേഡാണ്, അതായത് ക്ലൗഡ് പാസ്വേഡ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഈ ക്ലൗഡ് പാസ്വേഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മിക്കവാറും യൂസർ ID നിങ്ങളുടെ ഇമെയിൽ IDയോ അല്ലെങ്കിൽ നിങ്ങളുടെ മൊബൈൽ നമ്പറോ എന്തെങ്കിലും ആയിരിക്കാം. അതിനുശേഷം ഒരു പാസ്വേഡ് നിങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഉപയോഗിക്കുന്നതാണ് ക്ലൗഡ് പാസ്വേഡ്. അപ്പോൾ ഈ ഒരു പാസ്വേഡ് ഉപയോഗിച്ചിട്ടാണ് നമുക്ക് റിമോട്ടായിട്ട് ഇരുന്നിട്ട് നമ്മുടെ മൊബൈലിലൂടെ അല്ലെങ്കിൽ നമ്മുടെ ലാപ്ടോപ്പിലൂടെയൊക്കെ ഇൻ്റർനെറ്റ് മുഖേന നമുക്ക് നമ്മുടെ DVRും അല്ലെങ്കിൽ NVRുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ആ വീഡിയോസ് ലൈവായിട്ടും പ്ലേ ബാക്കിങ് കാണാനുള്ള മെത്തേഡിൽ ഉപയോഗിക്കുന്ന പാസ്വേഡ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഒന്നാമത്തെ പാസ്വേഡ്, ഞാൻ ആദ്യം പറഞ്ഞ ലോക്കൽ പാസ്വേഡ് ഒരാൾക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് മാത്രമേ ആ ഒരു വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ. അതേസമയം ഒരാൾക്ക് പുറത്തിരുന്നുകൊണ്ട് നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ, നമ്മുടെ വീടിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അയാൾക്ക് വേണ്ട പാസ്വേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ക്ലൗഡ് പാസ്വേഡാണ്. എനിക്ക് ഇത്രയും നാളത്തെ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ പാസ്വേഡാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ DVRൻ്റെ അല്ലെങ്കിൽ NVRൻ്റെ നമ്മുടെ ക്യാമറയുടെ താക്കോൽ. അപ്പോൾ നമ്മുടെ ഈ വീടിൻ്റെ താക്കോൽ ആരെങ്കിലും നമ്മൾ മറ്റൊരാളുടെ കയ്യിലോട്ട് കൊടുക്കുമോ? അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീടിൻ്റെ താക്കോൽ നിങ്ങളെയാണ് ഞാൻ ഏൽപ്പിച്ചത്, നിങ്ങളത് സൂക്ഷിച്ചില്ല എന്ന് നിങ്ങൾ എന്നോട് പറയാൻ ചാൻസ് ഉണ്ടോ? ചില സ്ഥലങ്ങളിലൊക്കെ പാസ്വേഡ് മറന്നുപോയിട്ട് കസ്റ്റമർ തന്നെ മറന്നുപോയിട്ട് നമ്മളെ വിളിക്കുമ്പോൾ ഞങ്ങൾ പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ വേണ്ടി ചെന്ന് കഴിയുമ്പോൾ കസ്റ്റമർ നമ്മളോട് പറയും, അത് ഞാനല്ല ആ പാസ്വേഡ് കൊടുത്തത്, നിങ്ങളുടെ ടെക്നീഷ്യനാണ് ആ പാസ്വേഡ് കൊടുത്തത്. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഈ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരിക്കലും നിങ്ങളുടെ വീടിൻ്റെ താക്കോൽ നിങ്ങൾ ഒരാൾക്ക് കൊടുക്കില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഒരിക്കലും, അതിനേക്കായി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നിങ്ങളുടെ വീടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ വന്നിട്ടേ ആർക്കും നോക്കാൻ പറ്റുള്ളൂ. പക്ഷേ നിങ്ങളുടെ വീടും പരിസരവും കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ വെച്ചിരിക്കുന്ന ക്യാമറകളുടെ പാസ്വേഡ് മറ്റൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എവിടെ ഇരുന്ന് ലോകത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലിരുന്നിട്ട് നിങ്ങളുടെ വീടും പരിസരവും അയാൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ പ്രൈവസിയിലേക്ക് മറ്റൊരാളുടെ കടന്നു കയറുന്നതിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങളുടെ ഇൻഫർമേഷൻ, നിങ്ങളുടെ പാസ്വേഡ് ഒരിക്കലും മറ്റൊരാൾക്ക് കൊടുക്കാൻ പാടില്ല. ഇനി അഥവാ ഞങ്ങളെപ്പോലെ ടെക്നീഷ്യൻസ് നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പാസ്വേഡ് ചോദിക്കുമ്പോൾ നിങ്ങൾ തരാതിരിക്കാൻ പാടില്ല. കാരണം നമുക്ക് സർവീസ് ചെയ്യണമെന്നുണ്ട് തരണം. പക്ഷേ വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പാസ്വേഡ് മാറ്റാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാനിനി നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടി പോകുന്നത് എങ്ങനെയാണ് ഹിക്കണക്റ്റ് എന്നുള്ളൊരു സോഫ്റ്റ്വെയറിൻ്റെ പാസ്വേഡ് മാറ്റുന്നതെന്നാണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ ഞാനിപ്പോൾ ക്യാമറയൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ ഒരു ക്യാമറ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഇതിൻ്റെ പാസ്വേഡ് മാറ്റാൻ വേണ്ടിയിട്ട്, നിങ്ങളിങ്ങനെയായിരിക്കുമല്ലോ ക്യാമറ കണ്ടുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ അതിൻ്റെ പാസ്വേഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഈ മോർ എന്നുള്ള ബട്ടണിൽ ഇവിടെ പ്രസ് ചെയ്യാം. ഈ മോർ എന്നുള്ള ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ അക്കൗണ്ട് മാനേജ്മെൻറ്റ് എന്നുള്ള ഓപ്ഷൻ കാണിക്കും. ഈ അക്കൗണ്ട് മാനേജ്മെൻറ്റ് ക്ലിക്ക് അടിച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ തൊട്ട് താഴെയായിട്ട് ചേഞ്ച് പാസ്വേഡിൻ്റെ ഓപ്ഷൻ കാണാം. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ നിങ്ങളുടെ പാസ്വേഡ് എന്താണെന്നാണ് ഇവിടെ ചോദിക്കുന്നത്. അതായത് ഇൻപുട്ട് ദ ഓൾഡ് പാസ്വേഡ്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ പാസ്വേഡ് ഇവിടെ എൻ്റർ ചെയ്യുകയാണ്. ഞാനിപ്പോൾ എൻ്റെ പാസ്വേഡ് എൻ്റർ ചെയ്ത് വെച്ചു. നെക്സ്റ്റ് അടിക്കുന്നു. നെക്സ്റ്റ് അടിക്കുമ്പോൾ നമ്മളോട് ചോദിക്കുന്നു പുതിയ പാസ്വേഡ് എന്താണെന്ന്. അപ്പോൾ ഞാനിവിടെ പുതിയ പാസ്വേഡ് കൊടുക്കുകയാണ്. ഓക്കെ, ഞാനിവിടെ പുതിയ പാസ്വേഡ് കൊടുത്തു. ഫിനിഷ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുന്നു. ഇപ്പോൾ പാസ്വേഡ് ചേഞ്ച് എന്നൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പുതിയ പാസ്വേഡാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ വന്നിരിക്കുന്ന പഴയ ടെക്നീഷ്യൻ അയാളുടെ ഫോണിൽ നിങ്ങളുടെ ഈ ഒരു ക്യാമറകളൊക്കെ കാണുന്നുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അയാൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ലോഗ് ഔട്ട് ആയി പോകും.
അപ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് യൂസർ ഐ ഡിയും പാസ്വേഡൊക്കെ മറ്റൊരാൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്ന സന്ദർഭങ്ങളിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുപോലെ തന്നെ നിങ്ങൾക്ക് പാസ്വേഡ് മാറ്റാൻ പറ്റും. ഈ സെയിം മെത്തേഡിൽ തന്നെയാണ് ഹിക്വിഷൻ്റെ മറ്റ് സോഫ്റ്റ്വെയർസ് ആയിട്ടുള്ള ഇപ്പം ഞാൻ ഹൈലുക്കാണ് കാണിച്ചത്, ഹിക് കണക്റ്റ് അതുപോലെ ഇസ്രീസ് എന്നുള്ള ആപ്പുകളിലെല്ലാം പാസ്വേഡ് മാറ്റുന്നത്. അപ്പോൾ നമ്മൾ കണ്ടു പാസ്വേഡ് വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ പാടില്ല, എങ്ങനെയാണ് ആ പാസ്വേഡ് മാറ്റണതെന്ന്. ഇനി നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ പാസ്വേഡ് ഒരു കാരണവശാലും ഡീഫോൾട്ട് പാസ്വേഡായിട്ട് സെറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഈ ഡീഫോൾട്ട് പാസ്വേഡ് എന്ന് വെച്ചാൽ സാധാരണ കേസിൽ ഒരു DVR അല്ലെങ്കിൽ NVR അല്ലെങ്കിൽ ഒരു ക്യാമറ നമ്മൾ സാധാരണ കൊടുക്കുന്നൊരു പാസ്വേഡാണ്. അതായത് ചിലപ്പോൾ അത് മാനുഫാക്ചർ ആകാം, ചിലപ്പോൾ അതൊരു ഇൻസ്റ്റലേഷൻ ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ അങ്ങനെ കൊടുക്കുന്ന ഡീഫോൾട്ട് പാസ്വേഡുകളൊക്കെ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്ന പാസ്വേഡ് ആയതുകൊണ്ട് തന്നെ അത് ഇൻ്റർനെറ്റിൽ ചുമ്മാ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഹാക്കറെ സംബന്ധിച്ച്, ഹാക്കറെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ നമ്മുടെ വീടിൻ്റെ അയൽക്കത്തുള്ള ആളായിരിക്കും കേട്ടോ. അപ്പം അയാളെ സംബന്ധിച്ച് പോലും വളരെ എളുപ്പം ഊഹിക്കാവുന്നൊരു പാസ്വേഡ് ആകരുത് നമ്മൾ കൊടുക്കുന്ന പാസ്വേഡ്. ചില പാസ്വേഡ് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും. ഞാനിപ്പോൾ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പാസ്വേഡുകൾ ഇങ്ങനെ ഗൂഗിളിൽ തന്നെ നമുക്ക് സെർച്ച് ചെയ്താൽ കിട്ടും. മിക്കവാറും എല്ലാ ക്യാമറകളുടെയും തന്നെ പാസ്വേഡുകൾ, ഡീഫോൾട്ടായിട്ടുള്ള പാസ്വേഡുകൾ നിങ്ങൾക്ക് ഇവിടെ ലിസ്റ്റിൽ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള പാസ്വേഡുകൾ ഒരു കാരണവശാലും നമ്മൾ നമ്മുടെ ക്യാമറയ്ക്ക് അല്ലെങ്കിൽ NVR-നോ DVR-നോ ഒന്നും നമ്മൾ കൊടുക്കാൻ പാടില്ല. ഞാനൊരു 8-9 വർഷം മുമ്പ് എത്തിക്കൽ ഹാക്കിംഗ് ഒക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്ന ഒരാളാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് നമ്മൾ പറയുവാണെങ്കിൽ നമുക്ക് സാധാരണ കേസിൽ ഒരു ഓർഡിനറി ഒരു മനുഷ്യന് ഒരിക്കലും ഒരു സിസ്റ്റവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഹാക്ക് ചെയ്യാൻ പറ്റില്ല. പണ്ടൊക്കെ ഞങ്ങളിങ്ങനെ എത്തിക്കൽ ഹാക്കിംഗ് പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് നമ്മൾ വിൻഡോസ് XP, വിൻഡോസ് 7 ഒക്കെ ആയിരുന്ന സമയത്താണ് ഇതൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്ത് നമ്മൾ പല ടൂൾസൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ ഈ ഹാക്കിംഗ് ഒക്കെ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ശ്രമിക്കുമായിരുന്നു. അപ്പോൾ അന്നൊക്കെ നമുക്കത് വളരെ സിമ്പിളായിട്ട് തന്നെ ഹാക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിൻഡോസ് 8ഉം അതുപോലെ വിൻഡോസ് 8.1ഉം പിന്നെ അതിനുശേഷം വന്ന വിൻഡോസ് 10 ഒക്കെ വന്നപ്പോഴത്തേക്കും ഞങ്ങളുടെ ഈ ഹാക്കിംഗ് ടൂളൊക്കെ നമ്മൾ ആദ്യം ഉപയോഗിച്ചിരുന്ന ഹാക്കിംഗ് ടൂളൊക്കെ അതിലേക്ക് കൊണ്ടിടുമ്പോൾ തന്നെ ആ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഇൻബിൽഡ് ഡിഫൻസ് മെക്കാനിസം അതിനെ ഡിലീറ്റ് ചെയ്ത് കളയുക, അതൊരു വൈറസാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ടൂള് പോലും നമുക്ക് അതിനുള്ളിൽ ഇട്ടിട്ട് നമുക്ക് ഹാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൂൾ റൺ ചെയ്യാൻ പോലും പറ്റാത്തൊരു സാഹചര്യത്തിൽ ഒരു വളരെ കഴിവുള്ള, വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള, ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള, ഇപ്പോൾ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള ആളുകൾ, ഹാക്കേഴ്സിന് മാത്രമേ ഉള്ളൂ ഒരു സിസ്റ്റം, ഒരു നെറ്റ്വർക്കിൽ ഒരു സിസ്റ്റത്തെ ഹാക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉള്ളത് നമ്മുടെ അയൽക്കാരിൽ നിന്നോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് പറ്റിക്കണം എന്ന് ആഗ്രഹമുള്ള ആളുകളൊക്കെ ആയിരിക്കാം. അപ്പോൾ അവരൊന്നും ഒരിക്കലും ഇങ്ങനെയുള്ള വലിയ ടൂൾസ് ഒന്നും ഇട്ടിട്ട് നമ്മുടെ സിസ്റ്റമോ നമ്മുടെ നെറ്റ്വർക്കോ ഒന്നും ഹാക്ക് ചെയ്യാൻ ഒരു ചാൻസും ഇല്ല. അതായത് നമ്മുടെ CCTV ക്യാമറകളിൽ ഡയറക്റ്റ് ആയിട്ട് ഒരു അറ്റാക്ക് എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു ടാസ്ക്കാണ്. നേരത്തെ ഹിക്വേഷനിലും ലഘുവേലൊക്കെ ഒരുപാട് ഹാക്കിങ് ആളുകൾ ചെയ്തിട്ടുള്ളതായിട്ട് നമുക്കറിയാം. നമ്മൾ ഇൻ്റർനെറ്റിലൊക്കെ സെർച്ച് ചെയ്യുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവരുടെ ഫേംവെയർ കാലാകാലങ്ങളിൽ, ഇപ്പോൾ ഞാൻ എപ്പോഴും നിങ്ങളോട് നിർദ്ദേശിക്കാറുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള നല്ല കമ്പനികളുടെ ക്യാമറകൾ വെക്കണം എന്ന് പറയേണ്ട റീസൺ എന്ന് വെച്ചാൽ കാലാകാലങ്ങളിൽ അവർ ഫേംവെയർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഹാക്കിങ്ങിൻ്റെയൊക്കെ പോസിബിലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് അവർ ഡെവലപ്പ് ചെയ്യുന്ന പല ഫേംവെയറുകളും പല സോഫ്റ്റ്വെയർസും നമുക്ക് നമ്മുടെ ഇങ്ങനെയുള്ള ഹാക്കിങ്ങിനെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഹാക്കിങ്ങിനെ പറ്റി ഒരു ഡയറക്റ്റ് നമ്മുടെ ക്യാമറയിലേക്കോ NVR-ലേക്കോ നമ്മുടെ നെറ്റ്വർക്കിലോട്ടുള്ള ഹാക്കിങ്ങിനെ പറ്റി നമ്മൾ ചിന്തിക്കുക പോലും വേണ്ട. അപ്പോൾ ഏതൊരു ടെക്നിക്കലായിട്ടുള്ള കാര്യവും ഡിഫിക്കൽട്ടായിരിക്കാം, ഇങ്ങനെ ഹാക്കിങ് കാര്യങ്ങളൊക്കെ ഡിഫിക്കൽട്ടായിരിക്കാം, പക്ഷേ അത് ഇമ്പോസിബിൾ അല്ല എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. ഓക്കെ.